ഞാൻ ഇന്ന് വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മാർച്ച് മാസം തുടങ്ങി പല ജില്ലകളിലും ഉയർന്ന താപനില രേഖപ്പെടുത്തി തുടങ്ങി. ചൂട് കൂടുന്തോറും പല അസുഖങ്ങൾ പടരുന്നു. ഇത് ചൂടുകുരു മുതൽ ഛർദിൽ, വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖങ്ങൾ വരെ സംഭവിക്കാം. കൂടുതലായും കാണുന്നത് ചർമ്മരോഗങ്ങളാണ്. കൂടുതൽ നേരം നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ പതിക്കുന്നത് കാരണം ദേഹത്ത് ചുവപ്പ്, കുരുപ്പ്, ചിലപ്പം ദേഹവേദന എന്നിവ ഉണ്ടാകുന്നു. അമിത നേരം വെയിലത്ത് നിൽക്കുമ്പോൾ ചിലവരിൽ ദേഹവേദന, ഛർദിൽ, ബോധക്ഷയം എന്നിവ അനുഭവപ്പെടാം. ഇങ്ങനെയാണെങ്കിൽ ഇത് സൂര്യാഘാതം കാരണമാണ്. അങ്ങനെയുള്ളപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി കൊണ്ടുവരിക. ഇനി ചൂട് സമയത്ത് നമ്മൾ കഴിവതും വെയിലത്ത് ഇറങ്ങാതെ നോക്കുക. ഇറങ്ങുവാണെങ്കിൽ കുടയോ തൊപ്പിയോ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. ധാരാളം വെള്ളം കുടിക്കണം. കോട്ടൺ ഡ്രസ്സുകൾ വേണം ധരിക്കാൻ വേണ്ടി. ഇനി അടുത്തതായി കാണപ്പെടുന്നത് വയറിളക്ക രോഗങ്ങളാണ്. ഇത് കൂടുതലും ശുചിത്വരഹിതമായ ആഹാരവും വെള്ളവും കാരണമാണ് ഉണ്ടാകുന്നത്. അത് കാരണം കൂടുതലായിട്ടും വയറിളക്കവും കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ എന്നിവ അസുഖങ്ങളാണ് കണ്ടുവരുന്നത്. ശുദ്ധജലത്തിൻ്റെ ലഭ്യതക്കുറവും വൃത്തിഹീനമായ ആഹാരം സൂക്ഷിക്കുന്നത് കാരണം അണുബാധകൾ അതിൽ വളരുകയും അത് കഴിക്കും തോറും നമുക്ക് അസുഖങ്ങൾ വരുന്നു. ഈ സമയം അന്തരീക്ഷത്തിൻ്റെ താപവ്യത്യാസം കാരണവും പാകം ചെയ്ത ഭക്ഷണം കുറേ നേരം കഴിയുമ്പം ചീത്തയായി പോകുന്നു. അതുകൊണ്ട് പാകം ചെയ്ത ഭക്ഷണം എത്രയും പെട്ടെന്ന് കഴിക്കാൻ നോക്കുക. കഴിവതും ഹോട്ടൽ ഫുഡുകൾ ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കിയ ആഹാരം തന്നെ കഴിക്കാൻ നോക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇനി അടുത്തായി കണ്ടുവരുന്നത് ചിക്കൻ പോക്സ്, മീസിൽസ്, മുണ്ടുനീർ എന്ന അസുഖങ്ങളാണ്. ചിക്കൻ പോക്സിൽ ദേഹത്ത് പനിയും ദേഹത്ത് ചെറിയ ചെറിയ കുമിളകളും വരും. മീസിൽസ് ആണെങ്കിൽ ദേഹത്ത് ചുമന്ന പാടുകളും, മുണ്ടുനീരാണെങ്കിൽ സലിവറി ഗ്ലാൻഡ്സ് ഗ്രന്ഥികളിൽ വീക്കവും നീരും വരും. ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക, ഗുളികകൾ കഴിക്കുക. ഈ രോഗങ്ങൾ പെട്ടെന്ന് പടരാം. രോഗിയെ നോക്കുന്ന ആൾ എപ്പോഴും കൈകൾ കഴുകിയിട്ട് വേണം ആഹാരങ്ങൾ എടുക്കാൻ. ഇത് വായുവിലൂടെയും രോഗിയുടെ സ്രവത്തിൽ കൂടെയും പടരും. അടുത്തതായി കാണുന്നത് നേത്രരോഗങ്ങളാണ്. ഇത് കൂടുതലും കാണുന്നത് ചെങ്കണ്ണും കണ്ണിലുള്ള വളർച്ചയും പിന്നെ ചൊറിച്ചിലുമാണ്. ഈ ചെങ്കണ്ണ് പെട്ടെന്ന് പടരുന്നതാണ്. രോഗിയുടെ സ്രവങ്ങൾ കയ്യിൽ പറ്റുകയും അത് അറിയാതെ വേറൊരു വ്യക്തി കണ്ണിൽ തൊടുമ്പം അത് പടരുന്നു. അതുകൊണ്ട് ഈ ചൂട് കാലത്ത് നമ്മൾ ആഹാരമോ അല്ലെങ്കിൽ മുഖത്ത് കൈ തൊടുന്ന മുമ്പ് കൈ എപ്പോഴും കഴുകണം. അതുപോരാണ് 2 നേരം മുഖം കഴുകുകയും വേണം. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ: 1. ധാരാളം വെള്ളം കുടിക്കണം. 2 നേരമെങ്കിലും കുളിക്കാൻ നോക്കുക. വെയിൽ കൂടുതലുള്ള സമയത്ത് ഇറങ്ങാതെ നോക്കുക. അഥവാ ഇറങ്ങുവാണെങ്കിൽ തൊപ്പിയോ കൊടയോ ഉപയോഗിക്കുക. മുഖത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി മുണ്ടുനീർ അല്ലെങ്കിൽ മീസിൽസ്, ചിക്കൻ പോക്സ് എന്നീ അസുഖങ്ങളിൽ രോഗലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെ കാണുക, ചികിത്സ തേടുക. വയറിളക്കം എന്ന അസുഖങ്ങൾ വരുവാണെങ്കിലും ഡോക്ടറെ കാണുക. കഴിവതും വെളിയിൽ നിന്നുള്ള ആഹാരം കഴിക്കാതെ നോക്കുക. എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുക. ആഹാരം കഴിക്കുന്ന മുമ്പേ കൈകൾ സോപ്പിട്ട് കഴുകുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.